എൻ്റെ കണ്ണുകൾ, കാതുകൾ, മൂക്ക്, പാദങ്ങൾ, വിരലുകൾ. അപ്പോൾ പിന്നെ എനിക്ക് എന്തിനാ നിരാശപ്പെടേണ്ടി വരുന്നത്? സെയിം. അത് നിങ്ങൾ സ്വയവും ഇങ്ങനെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ഓരോരുത്തരും അതിൽ പെടും. അവർ എന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങളെയും കൂടെ ചേർത്താൽ തീർച്ചയായിക്കോട്ടെ. അല്ലേ? എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, അതായത് മനുഷ്യനെന്ന് പറയുന്നത് ദേഹങ്ങൾ, വിഡ്ഢികളെ. നിങ്ങൾ ഓരോ നിമിഷവും എൻ്റെ മുന്നിൽ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുക. നാഗാദേവിക്ക്, ഗുരുദിവ്യ നാഗ സൈരന്ധ്രി ദേവിക്ക് നിരാശയെന്നൊന്നില്ല. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് സൈരന്ധ്രി ദേശത്ത് ചർച്ച തുടരുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാമൂഹ്യ ജീവി ആയതുകൊണ്ടാണ്. ഇതിൽ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടതുകൊണ്ടാണ്, അല്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു, എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു, അന്ന് ഒരുത്തം പോലും ഇങ്ങോട്ട് കയറി വന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണം, അതുകൊണ്ട് നിങ്ങൾ കടന്നു വരുന്നു, അല്ലേ? എൻ്റെ ഒരു വാക്ക് ഞാൻ പറയണമെങ്കിൽ എനിക്ക് പണം പേ ചെയ്തിരിക്കണം. അതെൻ്റെ സർവീസാണ്. എൻ്റെ വാക്ക് എൻ്റെതാണ്. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് പണം തന്നിരിക്കണം. ഇന്ന് ഞാൻ വാക്കിനെ തൊഴിലാക്കിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലേ? ഞാൻ പറഞ്ഞതാ. അപ്പോൾ നമ്മളുടെ നമ്മളുടെ അനുഭവമാണ് നമ്മളെ അങ്ങനെ കൊണ്ട് പറയിച്ചത്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു, അല്ലേ? കാരണം എന്താ, എൻ്റെ ബുദ്ധിമുട്ടുകളുടെ കാലം എന്ന് പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടുടെ കാലം എന്തായിരിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും എൻ്റെ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടത്തിൽ ഒരാളും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല എന്ന വല്ലാത്ത നിരാശയുണ്ടായിരുന്നു. ഞാൻ ഈ കാണുന്ന എപ്പോഴും ഈ ചിരിച്ച് അല്ലെങ്കിൽ ഈ എൻ്റർടൈൻ ചെയ്ത് വർത്താനം പറയുന്ന ഒരു നാഗസൈരന്ധ്രിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആ വർത്താനം. അതൊരിക്കലും നിരാശയല്ല. നമ്മളൊരു കാര്യത്തെ പറയുന്നത് നിരാശയെന്നാണോ പറയുന്നത്? അതൊരിക്കലും നിരാശയല്ല. പിന്നെ എന്ത് വിളിക്കും? അതെന്റെ ആവശ്യമായിരുന്നു അന്ന് ഒരു വരേണ്ടത്. നിരാശ എനിക്കില്ല. എൻ്റെ ആശയം എന്തായിരുന്നു? എന്നെ സഹായിക്കാൻ അവരുണ്ടാവണം. അവർ വരാതിരിക്കുമ്പോൾ എൻ്റെ ആ മൂടിന് ഞാൻ നിരാശ എന്നാണ് വിളിക്കുക. അത് പൊന്ന്, അതായത് സുട്ട, അത് അങ്ങനെ വിളിക്കുന്നു. ഇത് എനിക്ക് ആവശ്യമായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യം വേണ്ടി വന്നില്ല. മനസ്സിലായില്ല. അതാ പറഞ്ഞത്. കാരണം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരും വന്നില്ല. പിന്നെ എനിക്ക് ആവശ്യപ്പെടേണ്ടി വന്നില്ല. എല്ലാവരും വന്നുകൊണ്ടേയിരുന്നു. സ്വയം തിരിച്ചറിവുകളിലൂടെ. അവിടെ ഞാനല്ല മാറിയത്, അവർ മാറിയത്. യെസ്, നിങ്ങൾ ഓരോരുത്തരും. അവർ മാറാൻ കാരണം അവരല്ല, നമ്മൾ. അതായത് ആൾക്കാർ ഉൾപ്പെടെ. അത് തന്നെ, നിങ്ങൾ ഓരോരുത്തരും അതിൽ പെടും. അവർ എന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങളെയും കൂടെ ചേർത്താൽ തീർച്ചയായിക്കോട്ടെ, അല്ലേ? അതെ. അപ്പോൾ ഓരോ വാക്കിനും, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ, എൻ്റെ ശബ്ദം, എൻ്റെ സംസാരം ആണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലേ? കാരണം ഞാനിവിടെ ജീവിക്കുന്നത് മനുഷ്യന്റെ ലോകത്തല്ല കുട്ടി. ഈ ഭൂമി നമ്മൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഭൂമിയെ നമിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ കാൽപാദങ്ങൾ പതിയുന്നത് ഈ ഭൂമിയിലൂടെയാണ്. ഈ മണ്ണിലും ഈ ചേറിലും മണ്ണിലുമൊക്കെ എൻ്റെ വിരൽപ്പാടുകൾ ഏറ്റിട്ടുണ്ട്. ഈ ശില്പം തന്നെ പണിഞ്ഞെടുക്കണമെങ്കിൽ ഈ മണ്ണ് തന്നെ എനിക്ക് വേണം. നടന്നു പോകണമെങ്കിൽ പാദങ്ങൾ മാത്രമല്ലല്ലോ, ഈ മണ്ണിൽ ചവിട്ടിയല്ലേ പോകുന്നത്. ആഹാരം കഴിക്കണമെങ്കിൽ മണ്ണ് തന്നെ വേണം. മണ്ണിലല്ലേ വിത്തുകൾ മുളപ്പിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും നമുക്ക് എന്താ വേണ്ടത്? മണ്ണ്. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, അതായത് മനുഷ്യനെന്ന് പറയുന്നത് ദേഹങ്ങൾ മാത്രമല്ല, ഈ മണ്ണും, അതായത് ഈ ഭൂമി, ഈ മണ്ണും, ഈ നമ്മൾ കാണാൻ പറ്റൂല ഈ കാറ്റ്, ഈ വായു എന്ന് പറയും, ഈ ശ്വസനം, ഇതും ആകാശം, ഭൂമി,
സൂര്യൻ, ജലം, ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അഗ്നി, ഇവയൊക്കെ തന്നെ നിങ്ങളെപ്പോലെ തന്നെയുള്ള ആളുകളായിട്ടാണ് ഞാനിവരെയൊക്കെ കാണുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി, എനിക്കത് കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയല്ല. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കാണുന്നത്. ജീവനുള്ള രൂപമാണ്. തീർച്ചയായിട്ടും അവയ്ക്ക് ജീവനുണ്ട്. അവരുടെ അടുത്ത് നിന്ന് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ നല്ല പണി തരും. ജീവനുണ്ടായതുകൊണ്ട് തന്നെയല്ലേ? ആണോ? തീർച്ചയായും ആരും ജീവനുണ്ട്. ആ ജീവനുണ്ടായത് കൊണ്ടല്ലേ അതിങ്ങനെ കത്തിപ്പടരുന്നത്. നമ്മളിപ്പോൾ പറയുകയാണ് നീ കത്തിപ്പടരരുത് എന്ന് പറഞ്ഞാലോ അത് നിർത്തുമോ? നമ്മളുടെ കോപം എത്രമാത്രം ഉണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ കോപം അടങ്ങണമെങ്കിൽ അത് തന്നെ തീരുമാനിക്കണം, അത് തന്നെ കെട്ടടങ്ങണം. അല്ല, നമുക്കതിനെ അടക്കിക്കൂടെ? ഇതിപ്പോൾ കത്തിപ്പടരുന്നു എന്നിരിക്കുക, പൊന്നിനെ കൊണ്ട് അടക്കാൻ പറ്റുമോ? പടരാതെ നോക്കുക, അങ്ങനെ സംഭവില്ലേ? അതിന് ശ്രമിക്കണം. അതെ, ജീവിതത്തിൽ കരുതലുകൾ ഉണ്ടാവുക എന്ന് പറയുക. അതിന് ഇതിങ്ങനെ കത്തിപ്പടരും. അപ്പോൾ എന്താണ്, അതിനെയും ഒരു വ്യക്തിയായിട്ടാണ് നാഗ കാണുന്നത്. വെള്ളം ജീവനുണ്ട്. പിന്നെ നമ്മുടെ ദേഹത്തേക്ക് കുളിക്കാനായാലും നനയ്ക്കാനായാലും നമുക്കിത്തിരി ജീവൻ കിടക്കാനായാലും എന്ത് വേണം? വെള്ളം വേണം, ജലം വേണം. അതിനെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. അതിനും ജീവനുണ്ട്. തീർച്ചയായിട്ടും ജീവനുണ്ടായതുകൊണ്ടാണല്ലോ നമ്മളെ ശുദ്ധിയാക്കുന്നു, നമ്മൾ അത് കുടിക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഉത്തമ സുഹൃത്താണ് ഇവരൊക്കെ തന്നെ. കാരണം ഇത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെയാണ്. മുമ്പ് നിരാശയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ കൂട്ടുപിടിച്ചപ്പോൾ ഇവരുടെയൊക്കെ ഗുണം മനസ്സിലായപ്പോൾ അവിടെ പിന്നെ നിരാശയ്ക്ക് വകയില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരും വന്ന് നാഗാദേവിയുടെ അടുത്ത് നിരാശയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നത്, വിഡ്ഢികളെ, നിങ്ങൾ ഓരോ നിമിഷവും എൻ്റെ മുന്നിൽ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുക. നാഗാദേവിക്ക്, ഗുരുദിവ്യ നാഗ സൈരന്ധ്രി ദേവിക്ക് നിരാശയെന്നൊന്നില്ല. കാരണം നിങ്ങളുടെ ലോകമല്ല എൻ്റെ ലോകം. എനിക്കിവിടെ നിരാശപ്പെടേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല. സുഹൃത്തുക്കൾ എനിക്ക് ധാരാളമുണ്ട്. ജലം, അഗ്നി, മണ്ണ്, വിണ്ണ്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പുറത്തുള്ളത്, ഈ സസ്യങ്ങൾ, വായു എന്ന് വേണ്ട എല്ലാം, ഇവയൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളെപ്പോലെ തന്നെ. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വന്നാൽ എൻ്റെ കണ്ണുകൾ, കാതുകൾ, മൂക്ക്, പാദങ്ങൾ, വിരലുകൾ, അപ്പോൾ പിന്നെ എനിക്ക് എന്തിനാ നിരാശപ്പെടേണ്ടി വരുന്നത്? സെയിം. അത് നിങ്ങൾ സ്വയവും ഇങ്ങനെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കി. എത്ര സുന്ദരമാണെന്നറിയാം അവസ്ഥ. ഇത് ആത്മീയതയല്ല, ഇതിനെയാണ് പലരും ആത്മീയമായിട്ട് കരുതിപ്പോകുന്നത്. പക്ഷെ ഇത് ആത്മീയതയാണോ?